ഹലോ ഫ്രണ്ട്സ്, ഞാനിപ്പോൾ ഉള്ളത് വിഴിഞ്ഞം ഇന്റർനാഷണൽ പോർട്ട് ട്രിവാൻഡ്രത്താണ്. നമുക്ക് മുന്നിൽ കാണുന്ന 8 STS ക്രെയിൻ്റെ ബൂം പൂർണ്ണമായിട്ടും ഉയർത്തി വെച്ചിട്ടുണ്ട്. അതുമാത്രമല്ല, നമുക്ക് മുന്നിലൂടെ 2 ടക്ക് ബോട്ടുകൾ ഡോൾഫിൻ 27, ഡോൾഫിൻ 28 ഈ 2 ടക്ക് ബോട്ടുകളും വളരെ ഫാസ്റ്റായിട്ട് നീങ്ങുന്ന കാണാൻ സാധിക്കും. കാരണം നമ്മുടെ വിഴിഞ്ഞം ഇന്റർനാഷണൽ സീപോർട്ടിൽ MSC പലേർമോ എന്ന് പറയുന്ന വലിയൊരു മദർഷിപ്പ് പോർട്ടിനകത്ത് പ്രവേശിക്കുന്ന കാണാൻ സാധിക്കും. വളരെ ദൂരെയായിട്ട് വേറൊരു മദർഷിപ്പുമുണ്ട്. അത് MSC അന്നയാണ്. MSC അന്ന പോർട്ടിൽ നിന്നും പുറത്തു പോയതിനു ശേഷം അതിലെ പൈലറ്റ് നിലവിൽ നമ്മുടെ MSC പലേർമോയിൽ പ്രവേശിച്ചു. എന്നെ MSC പലേർമോ നമ്മൾ ഈ കാണുന്ന ആഴിമല ക്ഷേത്രത്തിന്റെ ഭാഗത്തു നിന്നും കപ്പൽ ചാലിലേക്ക് പ്രവേശിച്ച് നമ്മൾ ഈ കാണുന്ന വിഴിഞ്ഞം ഇന്റർനാഷണൽ സീപോർട്ടിലേക്ക് വരുന്ന കാഴ്ച നമുക്ക് ഇവിടെ നിന്നും വളരെ വ്യക്തമായിട്ട് ഷൂട്ട് ചെയ്യാൻ സാധിക്കും. വളരെ പുതിയ ഷിപ്പ് തന്നെയാണ്. 2024 നിർമ്മിച്ച 366 മീറ്റർ നീളമുള്ള MSC പലേർമോ വളരെ സാവധാനമായിരിക്കും നമ്മുടെ ഈ പോർട്ടിനകത്ത് പ്രവേശിക്കുന്നത്. ആ ഒരു കാഴ്ച തീർച്ചയായിട്ടും നമുക്ക് ഇവിടെ നിന്നാൽ വീഡിയോ ഷൂട്ട് ചെയ്യാവുന്നതാണ്. ടക്ക് ബോട്ടുകൾ വളരെ അടുത്ത് തന്നെ കാണാൻ പറ്റുന്ന വിധത്തിൽ ഞാനുണ്ട്. ഇനി നമുക്ക് ഷിപ്പിനായിട്ട് നമ്മൾ ഈ കാണുന്ന ഒരു മദർ ഷിപ്പ്, ആ ഷിപ്പിനായിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. ഹലോ ഫ്രണ്ട്സ്, നമ്മൾ ഈ കാണുന്നത് വിഴിഞ്ഞം ഇന്റർനാഷണൽ പോർട്ട് ട്രിവാൻഡ്രത്തിലേക്ക് MSC പലേർമോ എന്ന് പറയുന്ന കപ്പൽ ഇതാ കപ്പൽ ചാലിലൂടെ കടന്നു വരുന്ന മനോഹരമായ ദൃശ്യമാണ് നമ്മൾ ഈ കാണുന്നത്. ഇപ്പോൾ ആഴിമല ഭാഗത്തു നിന്നാണ് കപ്പൽ തിരിഞ്ഞ് നമ്മുടെ പോർട്ടിന്റെ കപ്പൽ ചാലിലേക്ക് പ്രവേശിച്ചിരിക്കുന്നത്. ഇതാ നമ്മുടെ മുന്നിലൂടെ കപ്പൽ വളരെ സ്ലോ ആയിട്ട് കയറി വിടുന്ന കാണാൻ സാധിക്കും. MSC പലേർമോ നമ്മുടെ ഈ സിംഗപ്പൂർ പോർട്ടിൽ നിന്നാണ് വിഴിഞ്ഞം ഇന്റർനാഷണൽ സീപോർട്ടിലേക്ക് MSC പലേർമോ വന്നുകൊണ്ടിരിക്കുന്നത്. അതുമാത്രമല്ല, ഷിപ്പ് ബിൽഡ് ചെയ്തിട്ടുള്ളത് 21/8/2024 ഏറ്റവും പുതിയ ഷിപ്പാണ് MSC പലേർമോ വിഴിഞ്ഞം ഇന്റർനാഷണൽ സീപോർട്ടിലേക്ക് വരുന്നത്. അതുമാത്രമല്ല, ഷിപ്പിന്റെ നീളമാവട്ടെ 366 മീറ്റർ നീളവും 51 മീറ്റർ ബീമും നിലവിൽ 16.9 മീറ്റർ ഡ്രാഫ്റ്റുമുള്ള 15,576 TUV കപ്പാസിറ്റിയുള്ള MSC പലേർമോയുടെ ഇപ്പോഴത്തെ ഡ്രാഫ്റ്റ് ആവട്ടെ 14 മീറ്റർ ഡ്രാഫ്റ്റാണ് ഷിപ്പിനുള്ളത്. ഏറ്റവും പുതിയ ഷിപ്പാണ് MSC പലേർമോ വിഴിഞ്ഞം ഇന്റർനാഷണൽ സീപോർട്ടിൽ ലക്ഷ്യമാക്കി വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഷിപ്പ് കപ്പൽ ചാലിലാണ്. നമുക്ക് കാണാൻ സാധിക്കും 2, 3, 4 ടക്ക് ബോട്ടുകൾ അകമ്പടിയോടെയാണ് ഷിപ്പ് പോർട്ടിനകത്തോട്ട് പ്രവേശിക്കുന്നത്. ഡോൾഫിൻ 35, ഡോൾഫിൻ 27 ആൻഡ് ഡോൾഫിൻ 28, ഓഷ്യൻ പ്രസ്റ്റീജ്, ഇങ്ങനെ 4 ടക്ക് ബോട്ടുകളുടെ അകമ്പടിയോടെ ഏറ്റവും പുതിയ ഷിപ്പ് നമ്മുടെ MSCയുടെ ഏറ്റവും പുതിയ ഷിപ്പാണ് വിഴിഞ്ഞം ഇന്റർനാഷണൽ സീപോർട്ടിലേക്ക് കടന്നുകൊണ്ടിരിക്കുന്ന മനോഹരമായ ദൃശ്യമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഏതാണ്ട് 14 മീറ്റർ ഡ്രാഫ്റ്റുള്ള ഷിപ്പാവട്ടെ 15,576 TUV കണ്ടെയ്നർ കപ്പാസിറ്റി ഉള്ള ഏറ്റവും പുതിയ ഷിപ്പ് വിഴിഞ്ഞം ഇന്റർനാഷണൽ സീപോർട്ടിലേക്ക് കടന്നു വരുന്ന കാഴ്ചയാണ് നമ്മൾ ഈ കാണുന്നത്. നമ്മൾ ഈ കപ്പൽ ഒരു മദർ വെസലാണ്. നമ്മുടെ ഇപ്പോൾ MSC അന്ന പോയതിനു ശേഷമാണ് MSC പലേർമോ വിഴിഞ്ഞം പോർട്ടിലേക്ക് വരുന്നത്. MSC അന്നയും 400 മീറ്റർ നീളമുള്ള ഒരു മദർ വെസൽ തന്നെയാണ്. നമ്മുടെ ആദ്യമായിട്ട് നമ്മുടെ വിഴിഞ്ഞം പോർട്ടിൽ വന്ന സാൻ ബെർണാണ്ടോ, MSC ഡയല, MSC ഓറിയോൺ, MSC കെയ്ലി, MSC ഇവ, MSC റോസ്, MSC അന്ന എന്നീ കപ്പലുകളോട് ചേർത്ത് വെക്കാൻ പറ്റുന്ന കപ്പലാണ് MSC പലേർമോ. നമ്മൾ ഈ കാണുന്ന MSC അന്ന ആവട്ടെ 400 മീറ്റർ ആണെങ്കിൽ നമ്മുടെ MSC പലേർമോ 366 മീറ്റർ നീളമാണ്. MSC ഡയലയാവട്ടെ നമ്മുടെ പോർട്ടിൽ സാൻ ബെർണാണ്ടോ കഴിഞ്ഞ് നമ്മുടെ പോർട്ടിൽ വന്ന ഷിപ്പാണ് MSC ഡയല, ഏതാണ്ട് 365 മീറ്റർ നീളം. MSC ഓറിയൺ ആവട്ടെ 366 മീറ്റർ നീളം. MSC കൈലി ആവട്ടെ 366, MSC ഇവ 366, MSC റോസ് 364, അതുപോലെ MSC പലേർമോ 366 മീറ്റർ നീളമുള്ള MSC പലേർമോ അതേ കാറ്റഗറിയിൽപ്പെടുന്ന ഒരു മദർഷിപ്പ് തന്നെയാണ് MSC പലേർമോ. വിഴിഞ്ഞം ഇന്റർനാഷണൽ സീപോർട്ടിലേക്ക് കടന്നു വരുന്ന വളരെ മനോഹരമായ കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഷിപ്പിനെ വളരെ അടുത്ത് നമുക്ക് കാണാൻ സാധിക്കും. നമ്മുടെ മുന്നിലൂടെയാണ് MSC പലേർമോ കടന്നു പോകുന്നത്. വളരെ മനോഹരമായ ദൃശ്യങ്ങൾ സമ്മാനിച്ച് MSC പലേർമോ വിഴിഞ്ഞം ഇന്റർനാഷണൽ സീപോർട്ടിലേക്ക് കടന്നു വരുന്ന വളരെ മനോഹരമായ കാഴ്ച 2 ടക്ക് ബോട്ടുകളെ നമുക്ക് വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. ഡോൾഫിൻ 27 ആൻഡ് ഡോൾഫിൻ 28 ഈ 2 ടക്ക് ബോട്ടുകളും ഹെവി റോപ്പ് ടൈ ചെയ്തതിനു ശേഷമാണ് MSC പലേർമോനെ പോർട്ടിനകത്തോട്ട് പ്രവേശിക്കുന്നത്. വളരെ മനോഹരമായ ഷിപ്പാണ് എന്ന് പറയാൻ കാരണം ഇതിന്റെ ഈ ഷിപ്പ് ബിൽഡ് ചെയ്തിട്ടുള്ളത് 21/8/2024 ബിൽഡ് ചെയ്ത ഏറ്റവും പുതിയ ഷിപ്പ്. 2 മാസം അല്ലെങ്കിൽ 1 മാസം മുന്നേ ബിൽഡ് ചെയ്ത ഷിപ്പ് നമ്മുടെ വിഴിഞ്ഞം പോർട്ടിലേക്ക് ഏറ്റവും പുതിയ ഷിപ്പാണ്
MSCയുടെ പലേർമോ വിഴിഞ്ഞം പോർട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ ഈ കാണുന്നത്. നമ്മൾ ഈ കാണുന്ന തിരമാലകളെ കീറി മുറിച്ചുകൊണ്ട് MSC പലേർമോ വിഴിഞ്ഞം പോർട്ടിന്റെ കപ്പൽ ചാലിലൂടെ നീങ്ങുന്ന കാഴ്ചയാണ്. മനോഹരമായ കാഴ്ചയാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിന് ഈ നുരഞ്ഞു പങ്ങുന്ന തിരമാലകൾ സാക്ഷി നിർത്തി MSC പലേർമോ വളരെ സാവധാനം പോർട്ടിനകത്തോട്ട് പ്രവേശിക്കുന്ന കാഴ്ചയാണ് നമ്മൾ ഈ കാണുന്നത്. നമ്മൾ അടുത്തുകൂടി തന്നെയാണ് 366 മീറ്റർ നീളമുള്ള MSC പലേർമോ വിഴിഞ്ഞം പോർട്ടിലോട്ട് പ്രവേശിക്കുന്നത്. ഇപ്പോൾ നിലവിലെ ഡ്രാഫ്റ്റ് 14 മീറ്ററാണ്. ഷിപ്പിന്റെ മാക്സിമം ഡ്രാഫ്റ്റ് 16.9 മീറ്റർ ഡ്രാഫ്റ്റാണ് മാക്സിമം. ഇപ്പോൾ നിലവിലെ ഡ്രാഫ്റ്റ് 16 മീറ്ററാണ്. 15,576 TUV കണ്ടെയ്നർ കപ്പാസിറ്റിയുള്ള MSC പലേർമോ വിഴിഞ്ഞം ഇന്റർനാഷണൽ പോർട്ട് ട്രിവാൻഡ്രത്തിലേക്ക് വളരെ സാവധാനം നീങ്ങുന്ന വളരെ മനോഹരമായ ദൃശ്യങ്ങളാണ് നമുക്കിവിടെ നിന്നാൽ കാണാൻ സാധിക്കുന്നത്. വളരെ മനോഹരമായ ദൃശ്യങ്ങൾ. വിഴിഞ്ഞം പോർട്ടിനെ സ്നേഹിക്കുന്നവർക്കും വിഴിഞ്ഞം പോർട്ട് വരണമെന്ന് അതിയായി ആഗ്രഹിച്ചവർക്കും ധാരാളം സന്തോഷം നൽകുന്ന വാർത്ത തന്നെയാണ് 16ാമത്തെ ഷിപ്പായ MSC പലേർമോ വിഴിഞ്ഞം ഇന്റർനാഷണൽ സീപോർട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. 15 ഷിപ്പുകൾ വന്നു പോയി. 15ാമത്തെ ഷിപ്പായിരുന്നു MSC അന്നയെങ്കിൽ 16ാമത്തെ ഷിപ്പാണ് MSC പലേർമോ വിഴിഞ്ഞം പോർട്ടിലേക്ക് കടന്നു വരുന്നത്. ഇപ്പോൾ MSC അന്ന വിഴിഞ്ഞം പോർട്ടിലേക്ക് വന്നത് 14.8 മീറ്റർ ഡ്രാഫ്റ്റ് ആയിരുന്നപ്പോൾ ഷിപ്പ് പുറത്തേക്ക് പോകുന്നത് 12.3 മീറ്റർ ഡ്രാഫ്റ്റ് ആയിരുന്നു. അതായത് നമ്മുടെ കണ്ടെയ്നറുകൾ അൺലോഡ് ചെയ്തിട്ടാണ് MSC അന്ന വിഴിഞ്ഞം പോർട്ട് കടന്നു പോയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ വരുന്ന MSC പലേർമയാവട്ടെ 14 മീറ്റർ ഡ്രാഫ്റ്റോടെയാണ് വരുന്നത്. ചിലപ്പോൾ കണ്ടെയ്നർ കയറ്റുകയായിരിക്കും ചെയ്യുന്നത്. കാരണം മാക്സിമം ഡ്രാഫ്റ്റ് ഉള്ളത് 16.9 മീറ്റർ ആയത് കാരണം ഇനിയും കണ്ടെയ്നർ ധാരാളമായി കയറാൻ സാധിക്കും. അത് മാത്രമല്ല നമുക്ക് കപ്പലിന്റെ ഡെക്ക് കുറച്ചുകൂടി അടുത്തുകൂടെ വരുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും പല ഡെക്കുകളും വേക്കൻ്റായി തന്നെ നമുക്ക് ഇതിൻ്റെ ഇടയ്ക്കിടയ്ക്ക് കാണാൻ സാധിക്കും. അതിനാൽ നമുക്ക് കൂടുതൽ കണ്ടെയ്നർ കയറ്റാൻ ആയിരിക്കാം ചിലപ്പോൾ MSCയുടെ പലേർമോ വിഴിഞ്ഞം പോർട്ടിലേക്ക് വരുന്നത്. വളരെ മനോഹരമായ ഷിപ്പ് തന്നെയാണ്. കാരണം നമ്മൾ ഈ കണ്ടതുപോലെ തന്നെ ഏറ്റവും പുതിയ ഷിപ്പാണ് വിഴിഞ്ഞം ഇന്റർനാഷണൽ പോർട്ട് ട്രിവാൻഡ്രത്തിലേക്ക് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. വളരെ മനോഹരമായ നിമിഷം തന്നെയാണ് ഇപ്പോൾ MSC പലേർമോ സമ്മാനിച്ച് നമ്മുടെ മുന്നിലൂടെ കടന്നു പോകുന്ന കാഴ്ചയാണ് നമ്മളിപ്പോൾ കാണുന്നത്. നമ്മൾ ഈ കാണുന്ന കടൽ തിരമാലകളെ കീറി മുറിച്ചുകൊണ്ട് MSC പലേർമോ വിഴിഞ്ഞം ഇന്റർനാഷണൽ സീപോർട്ടിലൂടെ കടന്നു പോകുന്ന വളരെ മനോഹരമായ ദൃശ്യം. പലപ്പോഴായിട്ട് പല ആംഗിളിൽ നിന്നാണ് വീഡിയോ എപ്പോഴും ഷൂട്ട് ചെയ്യാറ്. ഇപ്പോൾ അങ്ങനെ ഒന്ന് ഷൂട്ട് ചെയ്ത് നോക്കിയതാണ്. ഇപ്പോൾ നമുക്ക് ടഗ് ബോട്ടുകൾ ഹെവി റോപ്പ് ടൈ ചെയ്ത് കാണാൻ സാധിക്കും. അങ്ങനെ 3 ടഗ് ബോട്ടുകളെ കാണാൻ സാധിക്കും. ഡോൾഫിൻ 27, 28 ആൻഡ് ഡോൾഫിൻ 35 ഇങ്ങനെ 3 ടഗ് ബോട്ടുകളുടെ അകമ്പടിയോടെ MSC പലേർമോ വിഴിഞ്ഞം ഇന്റർനാഷണൽ സീപോർട്ടിലേക്ക് കയറുന്ന വളരെ മനോഹരമായ ദൃശ്യമാണ് നമ്മൾ ഈ കാണുന്നത്. 366 മീറ്റർ നീളമുള്ള ഷിപ്പ് MSC ഡയലയും MSC കൈലയും MSC ഓറിയോണും MSC ഇവയും MSC റോസിനോടും ചേർത്ത് വെക്കാൻ പറ്റുന്ന ഷിപ്പ് തന്നെയാണ് MSC പലേർമോ. എല്ലാത്തിൻ്റെയും ഡ്രാഫ്റ്റ് ഏതാണ്ട് സെയിം ആണ്. നീളം ചെറിയ വ്യത്യാസം മാത്രമേ ഉള്ളൂ. നിലവിൽ അങ്ങനെയുള്ള ഷിപ്പാണ് MSC പലേർമോ. ഒരു പ്രത്യേകതയുള്ളതെന്ന് വെച്ചാൽ ഏറ്റവും പുതിയ ഷിപ്പാണ് MSC പലേർമോ. അതുപോലെ MSC റോസും ഏറ്റവും പുതിയ ഷിപ്പ് തന്നെയായിരുന്നു. MSC പലേർമോ ആവട്ടെ 2 മാസത്തിനകത്ത് ബിൽഡ് ചെയ്ത ഷിപ്പ് തന്നെയാണ് MSC പലേർമോ. ആ ഒരു ഭംഗി നമുക്ക് ഷിപ്പിൽ തന്നെ കാണുമ്പോൾ തന്നെ മനസ്സിലാകും. വളരെ മനോഹരമായ ഷിപ്പ്. നുരഞ്ഞു പതയുന്ന കടൽ തിരമാലകളെ സാക്ഷി നിർത്തി MSC പലേർമോ വിഴിഞ്ഞം ഇന്റർനാഷണൽ സീപോർട്ടിലേക്ക് വളരെ സാവധാനം പോകുന്ന കാഴ്ചയാണ് നമ്മൾ ഈ കാണുന്നത്. ഇപ്പോൾ ഷിപ്പ് ഏറ്റവും അടുത്തെത്തിയിരിക്കുന്നു. ഇനി നമുക്ക് അടുത്തൊരു വ്യൂവിലേക്ക് പോകാം. ഇപ്പോൾ നമുക്ക് കുറച്ചുകൂടി അടുത്ത് നിന്ന് കാണാൻ പറ്റുന്ന വിഷ്വലാണ് നമുക്കുള്ളത്. MSC പലേർമോ വിഴിഞ്ഞം ഇന്റർനാഷണൽ സീപോർട്ടിൻ്റെ നമ്മൾ ഈ കാണുന്ന ബ്രേക്ക് വാട്ടറിൻ്റെ സ്റ്റാർട്ടിംഗ് പൊസിഷനിലേക്ക് എത്തുന്ന കാഴ്ചയാണ് നമ്മൾ ഈ കാണുന്നത്. വലിയൊരു ഷിപ്പ് തന്നെയാണ് MSC പലേർമോ. നമുക്ക് സൂം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കണ്ടാൽ മനസ്സിലാവും. 3 ടഗ് ബോട്ടുകളെയും വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. അതുമാത്രമല്ല MSC പലേർമയും ഏറ്റവും അടുത്തു നിന്നുള്ള വിഷ്വൽ തന്നെയാണ്. MSC എന്ന് പറഞ്ഞ ബാഡ്ജിങ്ങും MSC പലേർമ എന്ന് പറയുന്ന ബാഡ്ജിങ്ങും വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. ഏറ്റവും പുതിയ ഷിപ്പ് ആദ്യം തന്നെ വിഴിഞ്ഞം പോർട്ടിലേക്ക് വരുന്ന കാഴ്ച. വളരെ സാവധാനമാണ് വിഴിഞ്ഞം പോർട്ടിലേക്ക് MSC പലേർമോ കടക്കുന്നത്. ആ ഒരു മനോഹരമായ ദൃശ്യമാണ് നമ്മൾ ഈ കാണുന്നത്. ഇപ്പോൾ നമ്മളെ സ്ക്രീന് വരെ നിറഞ്ഞു നിൽക്കുന്ന MSC പലേർമയെ നമുക്ക് കാണാൻ സാധിക്കും. നമ്മൾ ഈ കാണുന്ന ബ്രേക്ക് വാട്ടറിൻ്റെ എൻഡ് പോർഷൻ നമുക്കിവിടെ നിന്ന് കാണാൻ സാധിക്കും. ബ്രേക്ക് വാട്ടറിൻ്റെ എൻഡ് പോർഷൻ ലക്ഷ്യമാക്കി MSC പലേർമോ നീങ്ങുന്ന കാഴ്ചയാണ് നമ്മൾ ഈ കാണുന്നത്.
വളരെ സാവധാനം പോർട്ടിലോട്ട് നീങ്ങുന്ന MSC പലേർമോ. ഇതാ നമ്മൾ ഈ കാണുന്ന MSCയുടെ ഡക്കുകൾ അല്ലെങ്കിൽ പലേർമയുടെ ഡക്കുകൾ, ഇടയ്ക്കുള്ള ഡക്കുകളെല്ലാം ഒഴിഞ്ഞു കിടപ്പുണ്ട്. ഇതിൽ കണ്ടെയ്നർ കയറ്റുമോ ഇറക്കുമോ നമുക്ക് കറക്റ്റായിട്ട് അറിയില്ല. കാരണം നമുക്ക് ഷിപ്പിൻ്റെ ഡ്രാഫ്റ്റ് നോക്കിയാണ് ഏതാണ്ടൊക്കെ മനസ്സിലാവുന്നത്. നമ്മുടെ MSC അന്നയിൽ നിന്നും കണ്ടെയ്നർ അൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്ന് അറിയുന്നത് ഷിപ്പിൻ്റെ ഡ്രാഫ്റ്റ് നോക്കിയിട്ടാണ്. ഇപ്പോൾ നിലവിലെ ഡ്രാഫ്റ്റ് 14 മീറ്റർ ഡ്രാഫ്റ്റുള്ള MSC പലേർമോ വിഴിഞ്ഞം പോർട്ടിലേക്ക് വളരെ സാവധാനം കയറുന്നു. ഇപ്പോൾ നമ്മൾ കാണുന്ന ബ്രേക്ക് വാട്ടറിൻ്റെ എൻഡ് പോർഷൻ കഴിഞ്ഞ് നമ്മുടെ പോർട്ടിലേക്ക് MSC പലേർമോ കയറുന്ന കാഴ്ചയാണ് നമ്മളീ കാണുന്നത്. 366 മീറ്റർ നീളവും 51 മീറ്റർ ബീമുമുള്ള 16.9 മീറ്റർ മാക്സിമം ഡ്രാഫ്റ്റ് 14 മീറ്റർ നിലവിലെ ഡ്രാഫ്റ്റുമുള്ള MSC പലേർമോ നമ്മുടെ പോർട്ടിനകത്ത് പ്രവേശിച്ച കാഴ്ചയാണ് നമ്മളീ കാണുന്നത്. വളരെ സാവധാനം ഇപ്പോൾ ഷിപ്പിനെ കൺട്രോൾ ചെയ്യുന്നത് പോർട്ടിലെ പൈലറ്റായ മിസ്റ്റർ തുഷാർ അദ്ദേഹമാണ്. 3 ടക്ക് ബോട്ടുകളെ നമുക്ക് വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. നമ്മുടെ മുന്നിലുള്ള ടക്ക് ബോട്ട് ഹെവി റോപ്പ് ടൈ ചെയ്തതിനു ശേഷം ഇതാ നമ്മുടെ മുന്നിലൊരു ടക്ക് ബോട്ടുണ്ട്. ഇനി 2 ടക്ക് ബോട്ടുകൾ നമുക്ക് ബാക്കിലും കാണാൻ സാധിക്കും. ഇങ്ങനെ ഹെവി റോപ്പുകൾ ടൈ ചെയ്തതിനു ശേഷം MSC പലേർമോയാണ് നമ്മുടെ വിഴിഞ്ഞം പോർട്ടിലേക്ക് കടക്കുന്നത്. ഇതൊരു വലിയൊരു മദർഷിപ്പ് തന്നെയാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ MSC കൈലിയും MSC ഓറിയോണും MSC ഡൈലിയും MSC ഇവയും MSC റോസിനോടും ചേർത്ത് വെക്കാൻ പറ്റുന്ന വലിയൊരു മദർഷിപ്പാണ് MSC പലേർമോ. വിഴിഞ്ഞം ഇന്റർനാഷണൽ പോർട്ട് ട്രിവാൻഡ്രത്തിലേക്ക് ഇപ്പോൾ വന്ന് കയറിയിട്ടുള്ളത്. ഇപ്പോൾ പോർട്ടിനകത്താണുള്ളത്. നമുക്ക് ഷിപ്പിന്റെ വലിപ്പത്തെക്കുറിച്ച് നോക്കിക്കഴിഞ്ഞാൽ വളരെ വലുത് തന്നെയാണ് MSC പലേർമോ. വളരെ വ്യക്തമായിട്ട് നമുക്ക് കണ്ടെയ്നർ നമുക്ക് വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. ഗോൾഡൻ നിറത്തിലുള്ള കണ്ടെയ്നർ MSC എന്നുള്ള ബാഡ്ജിങ്ങും വളരെ വ്യക്തമായിട്ട് ഷിപ്പിനെ അടുത്ത് കാണാൻ സാധിക്കും. ഏറ്റവും അടുത്ത് തന്നെയാണ് ഞാനുള്ളത്. വളരെ സാവധാനമാണ് ഷിപ്പ് പോർട്ടിനകത്ത് പ്രവേശിച്ചിട്ടുള്ളത്. തെളിഞ്ഞ പോർട്ടിനകത്ത് കയറുന്ന ഒരു ദൃശ്യം തന്നെയാണ്. വളരെ തെളിവാർന്ന വെള്ളമാണ് നമുക്ക് പോർട്ടിനകത്തുള്ളത്. കാരണം ഇപ്പോൾ നമ്മൾ ഷിപ്പ് നിൽക്കുന്ന സ്ഥലം ഏതാണ്ട് 18 മുതൽ 22 മീറ്റർ വരെയാണ് ഡെപ്ത് ഉള്ളത്. ഇപ്പോൾ ഷിപ്പ് പോകുന്ന സ്ഥലമെല്ലാം നല്ല കണ്ണീര് പോലെ തെളിഞ്ഞ വെള്ളം കാണാൻ സാധിക്കുന്നത് ഡെപ്ത് അല്ലെങ്കിൽ ആഴം കൂടുതലുള്ളത് കൊണ്ടാണ്. ഏതാണ്ട് 18 മുതൽ 22 മീറ്റർ വരെ ആഴക്കടൽ പോർട്ടാണ് നമ്മുടെ വിഴിഞ്ഞം ഇന്റർനാഷണൽ സീപോർട്ട്. അതുമാത്രമല്ല ഇന്ത്യയിലെ ഒരേ ഒരു ട്രാൻസ്ഷിപ്മെന്റ് ഹബ്ബാണ് നമ്മുടെ വിഴിഞ്ഞം ഇന്റർനാഷണൽ സീപോർട്ട്. ധാരാളം പ്രത്യേകതകളുണ്ട് വിഴിഞ്ഞം ഇന്റർനാഷണൽ സീപോർട്ടിന്. ആ പ്രത്യേകതയുള്ള പോർട്ടിനകത്താണ് MSC പലേർമോ ഇപ്പോൾ വന്നിട്ടുള്ളത്. സിംഗപ്പൂരിൽ നിന്ന് നേരിട്ടാണ് വിഴിഞ്ഞം ഇന്റർനാഷണൽ സീപോർട്ടിലേക്ക് വന്നത്. ഒരു ദിവസം പോർട്ടിന് പുറത്ത് ആങ്കറിംഗിലായിരുന്ന ഷിപ്പ് 1-2 ദിവസം പോർട്ടിന്റെ പുറത്ത് ആങ്കറിംഗിലായ ഷിപ്പ് ഇന്ന് MSC അന്ന പോയതിനു ശേഷമാണ് ഷിപ്പ് പോർട്ടിനകത്തോട്ട് പ്രവേശിക്കാൻ സാധിച്ചത്. വളരെ മനോഹരമായ ദൃശ്യങ്ങൾ പങ്കുവച്ച് MSC പലേർമോ വിഴിഞ്ഞം ഇന്റർനാഷണൽ പോർട്ട് ട്രിവാൻഡ്രത്തിലേക്ക് കടക്കുന്ന കാഴ്ചയാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് നമ്മുടെ സ്ക്രീനിൽ പൂർണ്ണമായിട്ടും നിറഞ്ഞു നിൽക്കുന്ന MSC പലേർമോ 366 മീറ്റർ നീളമുള്ള MSC പലേർമോ ഇപ്പോൾ നമ്മുടെ സ്ക്രീനിൽ പൂർണ്ണമായിട്ടും നിറഞ്ഞു നിൽക്കുന്ന വളരെ മനോഹരമായ കാഴ്ച. മുന്നിലും പിന്നിലുമായിട്ട് ടക്ക് ബോട്ടുകൾ ടൈ ചെയ്തതിനു ശേഷം MSC പലേർമോയെ പോർട്ടിനകത്ത് പ്രവേശിക്കുന്നു. വളരെ പുതിയ ഷിപ്പ് തന്നെയാണ്. കാരണം ഓരോ മാർക്കിങ്ങും നമുക്ക് വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. വളരെ വൃത്തിയുള്ള ഷിപ്പായിട്ട് തോന്നുന്നതിന് കാരണം ഏതാണ്ട് 1 മാസമോ 2 മാസമോ ആയിട്ടുള്ളൂ ഷിപ്പ് ബിൽഡ് ചെയ്ത് കഴിഞ്ഞിട്ട്. അതിനാൽ മാർക്കിംഗ് ഉൾപ്പെടെ ഷിപ്പിനെ കാണാൻ വളരെ ഭംഗിയുള്ളതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നു. കണ്ടോ, വളരെ ഭംഗിയുള്ള ഷിപ്പാണ് MSC പലേർമോ. ഇതാണ് നമ്മുടെ ഈ പറയുന്ന ക്യാപ്റ്റൻ, നമ്മുടെ പോർട്ടിലെ പൈലറ്റും ക്യാപ്റ്റനും ഇപ്പോൾ നിലവിലുള്ള ബ്രിഡ്ജ്. MSC പലേർമോ വിഴിഞ്ഞം ഇന്റർനാഷണൽ സീപോർട്ടിന്റെ പുറത്ത് തന്നെ അകത്തേക്ക് കയറിയിരിക്കുന്നു. ഇനി ഷിപ്പ് ഈ ഭാഗത്തും തിരിയുന്ന ഒരു കാഴ്ച നമ്മൾ ഇത്രയും വലിയൊരു ഷിപ്പ് ഈ ഭാഗത്തും തിരിയുന്ന നമ്മൾ എടുത്തിട്ടില്ല. നമുക്ക് നോക്കാം ഈ ഭാഗത്തുനിന്ന് എങ്ങനെയാണ് MSC പലേർമോ തിരിഞ്ഞ് നമ്മൾ ഈ കാണുന്ന വിഴിഞ്ഞം ഇന്റർനാഷണൽ പോർട്ട് ട്രിവാൻഡ്രത്തിൽ വന്ന് ബെർത്ത് ചെയ്യുന്ന കാഴ്ചയാണ് നമ്മൾ ഇനി കാണാൻ പോകുന്നത്. വളരെ മനോഹരമായ ദൃശ്യം തന്നെയാണ് നമ്മൾ ഇനി കാണാൻ പോകുന്നത്. MSC പലേർമോ വിഴിഞ്ഞം ഇന്റർനാഷണൽ സീപോർട്ടിന്റെ അകത്ത് പ്രവേശിച്ചിരിക്കുന്നു. വളരെയധികം കഷ്ടപ്പെട്ടിട്ടുണ്ട് നമ്മുടെ വിഴിഞ്ഞം ഇന്റർനാഷണൽ പോർട്ട് വരുന്നതിന് വേണ്ടി ധാരാളം ആൾക്കാർ. അതിന്റെ ഫലമായിട്ട് വിഴിഞ്ഞം ഇന്റർനാഷണൽ പോർട്ട് ട്രിവാൻഡ്രം വന്നതോടൊപ്പം തന്നെ ഇപ്പോൾ നമുക്ക് ധാരാളം മദർഷിപ്പുകളാണ് ഇപ്പോൾ വന്നു പോകുന്നത്. ഇതിന്റെ ഇടയിൽ കൂടി ഒരു കാര്യം കൂടി പറയാനുണ്ട്. നമ്മൾ ഇന്നലെ വീഡിയോ ഇട്ടായിരുന്നു പൂവാർ കപ്പൽശാലയ്ക്ക് വേണ്ടി. ഏതാണ്ട് 2007 തുടങ്ങിയ പൂവാർ കപ്പൽശാല 2024 ഏതാണ്ട് 17 വർഷമായിട്ടും
ഇപ്പോൾ നിലവിൽ പരിശോധനകൾ മാത്രത്തിൽ ഒതുങ്ങി മാറുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതും നിലവിൽ നാച്ചുറലായിട്ട് തന്നെ 24 മുതൽ 30 മീറ്റർ ആഴമുള്ള തീരപ്രദേശം തന്നെയാണ് പൂവാർ. ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്ന 2 ടഗ് ബോട്ടുകൾ, ബാക്കിലെ 2 ടഗ് ബോട്ടുകളും ഇപ്പോൾ കുറച്ച് മുന്നിലായിട്ട് വന്നിരിക്കുന്നു. ഈ ബ്രേക്ക് വാട്ടറിന്റെ എൻഡ് പോർഷന്റെ അടുത്തുകൂടിയാണ് ഇപ്പം നമ്മൾ ഈ കാണുന്ന ബ്രേക്ക് വാട്ടർ ഭാഗത്തോട് ചേർന്നാണ് കപ്പൽ പോകുന്നത്. ഇത് നമുക്ക് കാണാൻ സാധിക്കും. കാരണം ബെർത്തിന്റെ പോർഷൻ വളരെ ഇങ്ങ് തന്നെയാണ്. എനിക്ക് തോന്നുന്നു ഇവിടുന്ന് തിരിഞ്ഞ് തന്നെയായിരിക്കും പോകുന്നത്. ബ്രേക്ക് വാട്ടറിന്റെ എൻഡ് പോർഷൻ ചേർന്നിട്ടാണ് MSC പലേർമോ വിഴിഞ്ഞം ഇന്റർനാഷണൽ സീപോർട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതാ ഇപ്പോൾ പോർട്ടിനകത്ത് തന്നെ MSC പലേർമയുണ്ട്. ഈ ഭാഗത്തു നിന്നായിരിക്കും ഷിപ്പ് തിരിയുന്നത്. നമുക്ക് നോക്കാം ഷിപ്പ് എങ്ങനെയാ തിരിയുന്നതെന്ന് നമുക്ക് വ്യക്തമായിട്ട് നോക്കാം. വളരെ മനോഹരമായ ഷിപ്പ് തന്നെയാണ് MSC പലേർമോ. വളരെ സാവധാനമായിരിക്കും ഷിപ്പ് തിരിയുന്നത്. ആ ഒരു മനോഹരമായ ദൃശ്യം നമുക്ക് ഈ ഭാഗത്തുനിന്ന് കിട്ടുമോ നമുക്ക് നോക്കാം. തീർച്ചയായിട്ടും ഈ ഭാഗത്തുനിന്ന് അധികം വീഡിയോ ഒന്നും ഷൂട്ട് ചെയ്തിട്ടില്ല. നമുക്ക് നോക്കാം MSC പലേർമോ ഈ ഭാഗത്തുനിന്ന് എങ്ങനെയാ തിരിയുന്നത് നോക്കാം. ഇപ്പോൾ ബാക്കിലേക്ക് വരുന്ന, ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഒരു ടഗ് ബോട്ട് ബാക്കിലാണുള്ളത്. ഇപ്പോൾ 2 ടഗ് ബോട്ടും സൈഡിലേക്ക് വന്നിരിക്കുന്നു. ഷിപ്പ് വളരെയധികം സ്ലോ ആക്കിയിരിക്കുന്നു. ഇപ്പോൾ ഷിപ്പ് പൂർണ്ണമായിട്ടും സ്ലോ ആയിരിക്കുന്നതാണ് കാണാൻ സാധിക്കുന്നത്. പൂർണ്ണമായിട്ടും ഈ ഭാഗത്തും തിരിയും എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. കുറച്ചുകൂടി മുന്നോട്ട് പോയിട്ടായിരിക്കും തിരിയുന്നത്. ഇതൊരു വലിയ ഷിപ്പ് തന്നെയാണ് MSC പലേർമോ. വിഴിഞ്ഞം സീപോർട്ടിൽ നിന്ന് തിരിയുന്ന കാഴ്ച നമുക്ക് ഈ ഭാഗത്തുനിന്ന് നോക്കാം. പൂർണ്ണമായിട്ടും ഷിപ്പ് ഇപ്പോൾ തിരിയുന്ന കാഴ്ചകളിലേക്കാണ് പോകുന്നത്. ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് 2 ടഗ് ബോട്ടുകളും ഇപ്പോൾ കപ്പലിന്റെ സൈഡിലായിട്ട് വന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതുമാത്രമല്ല ബാക്കിലൊരു ടഗ് ബോട്ടുകളുണ്ട്. അങ്ങനെ 3 ടഗ് ബോട്ട്, ഡോൾഫിൻ 27, ഡോൾഫിൻ 28, ഡോൾഫിൻ 35, ഇങ്ങനെ 3 ടഗ് ബോട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഒരു ടഗ് ബോട്ടുണ്ട് ഓഷ്യൻ പ്രസ്റ്റീജ്. ഇങ്ങനെ 4 ടഗ് ബോട്ടിന്റെ അകമ്പടിയോടെയാണ് നമ്മുടെ മദർ ഷിപ്പുകളെല്ലാം, വലിയ ഷിപ്പുകളെല്ലാം വിഴിഞ്ഞം പോർട്ടിനകത്ത് വന്ന് തിരിയുന്നത്. കപ്പൽ ഈ ഭാഗത്തും തിരിയുമോ ഇല്ലയോ നമുക്കറിയില്ല. നമുക്ക് നോക്കാം എങ്ങനെയാണ് ഈ ഭാഗത്തുനിന്ന് കപ്പൽ തിരിയുന്നത്. കാരണം ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന ബെർത്തിന്റെ പോർഷൻ കുറച്ചുകൂടി ബാക്കിലോട്ട് തന്നെ പോകണം. ഇപ്പോൾ നമുക്ക് STS ക്രെയിൻ അറേഞ്ച് ചെയ്തിട്ടുള്ളത്, ഇപ്പോൾ ഇങ്ങറ്റത്ത് കാണുന്നത് 800 മീറ്റർ എൻഡ് പോർഷനിൽ കാണുന്നത് 5 STS ക്രെയിനും ഈ പറയുന്ന ബെർത്തിന്റെ സ്റ്റാർട്ടിംഗ് പൊസിഷനിൽ നമുക്ക് കാണുന്ന 3 STS ക്രെയിനുമാണ്. അങ്ങനെ 8 STS ക്രെയിനിന്റെ ബോംബ് പൂർണ്ണമായിട്ടും ഉയർത്തി വെച്ചിരുന്ന് കാണാൻ സാധിക്കും. ഇപ്പോൾ ഷിപ്പ് ഇപ്പോൾ ചെറിയ രീതിയിൽ തിരിയുന്നത് പോലെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ബ്രേക്ക് വാട്ടറിന്റെ എൻഡ് പോർഷനിൽ പോയതിനു ശേഷം ഇപ്പോൾ ഷിപ്പ് തിരിയുന്നു. ഷിപ്പ് തിരിയുന്നതും നമ്മൾ ഈ കാണുന്ന, എപ്പോഴും പറയുന്ന പോലെ തന്നെ ബെർത്തിന്റെയും ബ്രേക്ക് വാട്ടറിന്റെയും ഇടയിൽ ഏകദേശം 1 കിലോമീറ്ററാണ് വീതിയുള്ളത്. അതിനാൽ ഇപ്പോൾ 366 മീറ്റർ നീളമുള്ള ഷിപ്പ് അനായാസന തിരിഞ്ഞതുപോലെ ഇതുപോലുള്ള 2 ഷിപ്പുകൾക്ക് വളരെ അനായാസന ഇവിടുന്ന് തിരിയാൻ സാധിക്കും എന്ന് തന്നെയാണ് പറയാനുള്ളത്. അതുകൊണ്ട് നമ്മുടെ MSC കൈലിയും MSC റോസും MSC ഓറിയോണും MSC ഡൈലയും MSC ക്ലൗഡ് ജെറാൾട്ടും, അതായത് സൗത്ത് ഏഷ്യയിൽ ഇതുവരെ ഒരു പോർട്ടിലും കയറാത്ത MSC ക്ലൗഡ് ജെറാൾട്ടും ഈ പോർട്ടിൽ നിന്നാണ് തിരിഞ്ഞു പോയിട്ടുള്ളത്. അതിനാൽ MSC ഫലമേറെയും വളരെ ഈസി ആയിട്ട് ഈ ഭാഗത്തും തിരിഞ്ഞു പോകും. ഇതാദ്യമായിട്ടാണ് ഈ ഭാഗത്തും ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. കപ്പൽ തിരിയുന്ന ഒരു കാഴ്ച ഈ ഭാഗത്തു നിന്ന് നമുക്ക് കിട്ടും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് കപ്പലിന്റെ സൈഡിലായിട്ട് ഡോൾഫിൻ 27, ഡോൾഫിൻ ഈ പറയുന്ന 28, 2 ടഗ് ബോട്ടുകളെ നമുക്ക് വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. ഡോൾഫിൻ 35 ആട്ടെ ഷിപ്പിന്റെ ഇപ്പോൾ നമ്മൾ കാണുന്ന ബാക്ക് വശത്താണ്. അങ്ങനെ 3 ടഗ് ബോട്ടുകളെ നമുക്ക് വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. ഓഷ്യൻ പ്രസ്റ്റീജ് കപ്പലിന്റെ മറുവശത്താണ് ഇപ്പോൾ ഉള്ളത്. ഇപ്പോൾ കപ്പൽ പൂർണ്ണമായിട്ട് തിരിഞ്ഞു വരുന്ന ഒരു കാഴ്ചയിലേക്കാണ് നമ്മൾ പോകുന്നത്. വളരെ സാവധാനമാണ് കപ്പൽ വിഴിഞ്ഞം ഇന്റർനാഷണൽ സീപോർട്ടിൽ നിന്ന് തിരിയുന്നത്. ഇപ്പോൾ കപ്പലിന്റെ നിലവിലെ ഡ്രാഫ്റ്റ് 14 മീറ്ററാണ്. നമ്മളിപ്പോഴുള്ള ഈ കപ്പൽ തിരിയുന്ന അവിടുത്തെ ആഴം, അല്ലെങ്കിൽ നിലവിൽ ആഴം എന്ന് തന്നെ പറയേണ്ടി വരും. ആഴം ഏതാണ്ട് 18 മീറ്റർ മുതൽ 22 മീറ്റർ വരെയാണ് ആഴമുള്ളത്. 18 മീറ്റർ വിഴിഞ്ഞം പോർട്ടിന്റെ പല ഭാഗത്തായിട്ട് നാച്ചുറലായിട്ടുണ്ടെങ്കിൽ 20 മുതൽ 22 വരെ ഡ്രഡ്ജ് ചെയ്ത് കൂട്ടിയിട്ടുണ്ട്. അതിനാൽ വളരെ അനായാസന തിരിയാനായിട്ട് സാധിക്കും. ഇപ്പോൾ നമുക്ക് 4 ടഗ് ബോട്ടുകളും കാണാൻ സാധിക്കും. ഓഷ്യൻ പ്രസ്റ്റീജ് കുറച്ച് മാറി നിൽക്കുന്നു. 3 ടഗ് ബോട്ടുകളുടെ ഹെവി റോപ്പ് ടൈ ചെയ്തതിനു ശേഷമാണ് ഷിപ്പ് സാവധാനം തിരിയുന്ന കാഴ്ച. വളരെ മനോഹരമായ കാഴ്ച തന്നെയാണ് ഷിപ്പ് തിരിയുന്നത് ഈ ഭാഗത്തുനിന്ന് കാണാൻ സാധിക്കുന്നത്.
ആദ്യമായിട്ടാണ് ഷിപ്പ് ഈ ഭാഗത്തും തിരിയുന്ന കാണാൻ സാധിക്കുന്നത്. ഈ പൊസിഷൻ തീർച്ചയായിട്ടും നിങ്ങൾ മെസ്സേജ് ആയിട്ട് അയയ്ക്കുക. ഇവിടെ നിന്നും വീഡിയോ ഷൂട്ട് ചെയ്താൽ മതിയോ, അതോ ആദ്യം നമ്മൾ സ്ഥിരമായിട്ട് ഷൂട്ട് ചെയ്യുന്ന കപ്പൽ തിരിയുന്ന ഭാഗമുണ്ട് അവിടെ പോകണോ, എങ്ങനെയാണെന്ന് തീർച്ചയായിട്ടും കമൻറ്റിലൂടെ രേഖപ്പെടുത്തേണ്ടതാണ്. കാരണം ഓരോ ഷിപ്പ് വരുമ്പോഴും നമ്മൾ ട്രാക്ക് ചെയ്ത ഷിപ്പ് നമ്മുടെ മുന്നിൽ വരുമ്പോൾ അതിയായ സന്തോഷം തന്നെയാണ് നമുക്ക് തോന്നാറ്. കാരണം നമ്മൾ ഷിപ്പ് കാണാതെയാണ് ഷിപ്പിൻ്റെ ആ സിമ്പിൾ നോക്കി അല്ലെങ്കിൽ ഷിപ്പിൻ്റെ ഡെസിഗ്നേഷനായ ഒരു പോയിന്റ് ഉണ്ട്, ആ പോയിന്റ് വെച്ചിട്ടാണ് നമ്മൾ ട്രാക്ക് ചെയ്യുന്നത്. ആ ഷിപ്പ് നമ്മുടെ മുന്നിൽ വന്ന് പോർട്ടിൽ അടുക്കുമ്പോൾ അല്ലെങ്കിൽ ബെർത്ത് ചെയ്യുമ്പോൾ അതിയായ സന്തോഷം എനിക്കും നിങ്ങൾക്കും തീർച്ചയായിട്ടും കാണും. കാരണം നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല അതുപോലത്തെ ഒരു ഷിപ്പിനെ. ഇത് ഏറ്റവും പുതിയ ഷിപ്പാണ് MSC പലേർമോ. നമ്മുടെ ഈ പറയുന്ന സിംഗപ്പൂർ പോർട്ടിൽ നിന്ന് സിംഗപ്പൂർ, മലേഷ്യ, മലാക്ക കടലെടുക്ക് പിന്നിട്ടതിന് ശേഷം ആൻഡമാൻ സീൽ കയറി ബേ ഓഫ് ബംഗാൾ എത്തിയതിനു ശേഷം നമ്മൾ ഈ കണ്ട കൊളംബോ പോർട്ടിന്റെ അടുത്തുകൂടി വിഴിഞ്ഞം ഇന്റർനാഷണൽ സീപോർട്ടിലേക്ക് വരുന്ന MSC പലേർമോ എന്ന് പറഞ്ഞാൽ പലപ്പോഴായിട്ട് അപ്ഡേഷൻ വീഡിയോ തന്നിട്ടുണ്ട്. ആ ഷിപ്പ് നമ്മുടെ മുന്നിൽ വന്ന് തിരിയുന്ന വളരെ മനോഹരമായ കാഴ്ച എന്ന് തന്നെ പറയേണ്ടി വരും. ഒരു പ്രാവശ്യമല്ല 100 പ്രാവശ്യം പറയേണ്ടി വരും. അത്രയ്ക്കും മനോഹരമായ ഷിപ്പ് തന്നെയാണ് MSC പലേർമോ. വളരെ സാവധാനമാണ് ഷിപ്പ് പോർട്ടിനകത്ത് തിരിയുന്ന കാഴ്ച. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ബ്രേക്ക് വാട്ടറിന്റെ എൻഡ് പോർഷനിലേക്ക് പോയിരിക്കുന്നു, അങ്ങറ്റം പോയിരിക്കുന്നു. ആ പോർഷനിൽ നിന്നാണ് ഷിപ്പ് തിരിയുക. ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് MSC പലേർമോ പോർട്ടിൽ തിരിയുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ ഈ കാണുന്നത്. ഇതാ നമ്മുടെ മുന്നിലെ ടഗ് ബോട്ട് ഡോൾഫിൻ 27 ഹെവി റോപ്പ് ഉപയോഗിച്ച് ഷിപ്പിനെ പുള്ളി ചെയ്യുന്നതോടൊപ്പം നമ്മൾ ഈ കാണുന്ന വേറൊരു ടഗ് ബോട്ട് ഡോൾഫിൻ 28 ആവട്ടെ നമ്മൾ ഈ കാണുന്ന ഷിപ്പിന്റെ പുറകുവശത്തു നിന്നും പുഷ് ചെയ്യുന്നുണ്ട്. അങ്ങനെ പുള്ളി ചെയ്തും പുഷ് ചെയ്തും MSC പലേർമോനെ തിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ ഈ കാണാൻ പോകുന്നത്. ഇപ്പോൾ നിലവിൽ നമുക്ക് 3 ടഗ് ബോട്ടുകളെ കാണാൻ സാധിക്കുമെങ്കിലും 2 ടഗ് ബോട്ടുകളുടെ പ്രഷർ കൊണ്ട് വളരെ ഈസി ആയിട്ട് തിരിഞ്ഞു വരുന്ന MSC പലേർമോയെ നമുക്ക് കാണാൻ സാധിക്കും. ഇതാ നമ്മൾ ഈ കാണുന്ന പോലെ ബെർത്തിനോട് ചേർന്ന ഭാഗത്ത് MSC പലേർമോ തിരിയുന്ന കാഴ്ച. വളരെ സാവധാനമാണ് ഷിപ്പ് തിരിയുന്നത്. മുന്നിൽ നിൽക്കുന്ന ടഗ് ബോട്ട് ഹെവി റോപ്പ് ഉപയോഗിച്ച് പുള്ളി ചെയ്യുന്നു. ബാക്കിൽ നിൽക്കുന്ന ടഗ് ബോട്ട് ആവട്ടെ പുഷ് ചെയ്യുന്നു. അങ്ങനെ മുന്നിലും പിന്നിലുമായി പുഷും പുള്ളും കൊടുത്തതിന് ശേഷം ഈ പറയുന്ന MSC പലേർമോ ഏറ്റവും പുതിയ ഷിപ്പ് 366 മീറ്റർ നീളവും 51 മീറ്റർ ബീമുമുള്ള 14 മീറ്റർ നിലവിലെ ഡ്രാഫ്റ്റുള്ള ഷിപ്പിനെ വിഴിഞ്ഞം പോർട്ടിൽ നിന്നും തിരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ ഈ കാണുന്നത്. വളരെ മനോഹരമായ ദൃശ്യം തന്നെയാണ്. MSC പലേർമോ വളരെ ഈസി ആയിട്ട് തിരിഞ്ഞു വരുന്ന നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ 366 മീറ്റർ നീളം എന്ന് പറയുന്നത് വളരെ വ്യക്തമായിട്ട് കാണാൻ നമുക്ക് സാധിക്കും. ഏതാണ്ട് 14 മീറ്റർ ഡ്രാഫ്റ്റാണ് നിലവിൽ ഷിപ്പിനുള്ളത്. വളരെ സാവധാനമാണ് ഷിപ്പ് വിഴിഞ്ഞം പോർട്ടിനകത്ത് തിരിയുന്ന കാഴ്ച. MSC എന്ന് പറയുന്ന ബാഡ്ജിങ് നമുക്കിവിടെ നിന്നാൽ വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. MSCയുടെ കപ്പലുകളാണ് വിഴിഞ്ഞം ഇന്റർനാഷണൽ സീപോർട്ടിലേക്ക് ധാരാളം വരുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ ഷിപ്പിംഗ് കമ്പനികളൊന്നായ മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനിയുടെ കപ്പലുകളാണ് MSC എന്ന ഷോർട്ട് ഫോമിൽ അറിയപ്പെടുന്നത്. അത്തരമൊരു കമ്പനി വിഴിഞ്ഞം പോർട്ടിലേക്ക് ധാരാളം ഷിപ്പുകളാണ് അയച്ചിട്ടുള്ളത്. കാരണം ഇന്ത്യയിലെ ഒരേ ഒരു ട്രാൻസ്ഷിപ്മെന്റ് ഹബ്ബാണ് വിഴിഞ്ഞം ഇന്റർനാഷണൽ സീപോർട്ട്. അത് മാത്രമല്ല നമ്മൾ ഈ കണ്ട ഈസ്റ്റ് വെസ്റ്റ് സിൽക്ക് റൂട്ടിൽ നിന്നും വെറും 10 നോട്ടിക്കൽ മൈൽ അകലെ മാത്രമുള്ള പോർട്ടാണ് വിഴിഞ്ഞം ഇന്റർനാഷണൽ സീപോർട്ട്. അത്രയധികം പ്രത്യേകതയുള്ള വിഴിഞ്ഞം ഇന്റർനാഷണൽ സീപോർട്ടിലേക്കാണ് MSCയുടെ ധാരാളം കപ്പലുകൾ കടന്നു വരുന്നത്. അതുമാത്രമല്ല മറ്റുള്ള മദർ പോർട്ടിനെ അപേക്ഷിച്ച് ചാർജുകൾ വളരെ കുറവ് തന്നെ എന്ന് വേണമെങ്കിൽ പറയാം. നിലവിൽ തൊട്ടടുത്തുള്ള കൊളംബോ ഇന്റർനാഷണൽ സീപോർട്ടിനെ അപേക്ഷിച്ച് 50-40% ചാർജ് കുറവാണ് വിഴിഞ്ഞം പോർട്ടിന്. ഡീറ്റെയിൽ ചാർജ് നമ്മുടെ ചാനലിൽ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ എൻട്രിക് ഷിപ്പിന്റെ ഡയറക്ടർമാരുള്ള ഒരാളായ അദ്ദേഹത്തിനോട് നമ്മൾ ഷിപ്പിന്റെ ഡീറ്റെയിലെല്ലാം ചോദിച്ച് അല്ലെങ്കിൽ ഷിപ്പിന്റെ വിഴിഞ്ഞം പോർട്ടിലേക്ക് വരുന്ന ഷിപ്പിന്റെ താരിഫുകൾ ചോദിച്ച് മനസ്സിലാക്കി ഡീറ്റെയിൽ വീഡിയോ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും കണ്ടു നോക്കുക. അതും നമ്മുടെ അടുത്ത മദർ പോർട്ടുമായിട്ട് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും എത്രത്തോളം ചാർജ് വ്യത്യാസമാണ് വിഴിഞ്ഞം പോർട്ടിനുള്ളത്. അതിനാൽ ധാരാളം മദർ ഷിപ്പുകളാണ് വിഴിഞ്ഞം പോർട്ടിലോട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ ഈ പോർട്ട്
2 മാസമായിട്ടുള്ളൂ ട്രയൽ റൺ തുടങ്ങിയിട്ട്. നിലവിൽ 16ാമത്തെ കപ്പലാണ് MSC പലേർമോ വിഴിഞ്ഞം പോർട്ടിലും തിരിയുന്നത്. ഇതിനകത്ത് 25,000 കണ്ടെയ്നർ ട്രാൻസ്ഷിപ്മെന്റ് ഭാഗമായിട്ട് വിഴിഞ്ഞം പോർട്ട് ഹാൻഡിൽ ചെയ്തു എന്ന് പറയുന്നത് ഒരു നിസ്സാര കാര്യമല്ല, ഒരു വലിയ കാര്യം തന്നെയാണ്. ട്രാൻസ്ഷിപ്മെന്റ് ഭാഗമായിട്ട് ധാരാളം ഷിപ്പുകൾ വിഴിഞ്ഞം പോർട്ടിലേക്ക് ഒഴുകി വന്നുകൊണ്ടിരിക്കുകയാണ്. ഫീഡർ വെസലാവട്ടെ, മദർ വെസലാവട്ടെ, ഇപ്പോൾ വന്ന MSC പലേർമോയാവട്ടെ, നിലവിൽ കപ്പലുകളുടെ സ്ഥാനം വെച്ച് നോക്കിയാൽ 3ാം സ്ഥാനമാണ്. നിലവിൽ 3ാം സ്ഥാനം എന്ന് പറയാൻ കാരണം 15,576 TEV കണ്ടെയ്നർ കപ്പാസിറ്റിയാണ് നിലവിൽ ഈ പറയുന്ന MSC പലേർമയ്ക്കുള്ളത്. 2ാം സ്ഥാനം MSC അന്ന 19,368 TEV. 1ാം സ്ഥാനം എപ്പോഴും നമ്മൾ പറയുന്ന പോലെ നമ്മുടെ ഏഷ്യയിലെ ഇതുവരെ ഒരു പോർട്ടിലും അല്ലെങ്കിൽ സൗത്ത് ഏഷ്യയിലെ ഇതുവരെ ഒരു പോർട്ടിലും കയറാത്ത MSCയുടെ തന്നെ ക്ലൗഡ് ജെറാഡറ്റ് 24,116 TEV കണ്ടെയ്നർ കപ്പാസിറ്റി ഉള്ള MSC ക്ലൗഡ് ജെറാഡറ്റ് ആണ് വിഴിഞ്ഞം പോർട്ടിൽ വന്നതിൽ വെച്ച് ഏറ്റവും വലിയ കണ്ടെയ്നർ കപ്പാസിറ്റി ഉള്ള കപ്പൽ. പക്ഷേ വിഴിഞ്ഞം പോർട്ടിൽ വന്നതിൽ വെച്ച് നീളത്തിന്റെ കാര്യത്തിൽ ഏറ്റവും വലിയ കപ്പൽ എന്ന് ചോദിച്ചാൽ MSC അന്ന തന്നെയാണ്. തീർച്ചയായിട്ടും MSC അന്നയാണ് വിഴിഞ്ഞം പോർട്ടിൽ വന്ന് നീളത്തിന്റെ കാര്യത്തിൽ ഏറ്റവും വലിയ കപ്പൽ. പക്ഷേ കണ്ടെയ്നർ കപ്പാസിറ്റി MSC അന്നയുടേത് 19,368 TEV ആയിരിക്കെ MSC ക്ലൗഡ് ജെറാഡറ്റ് ആവട്ടെ 24,116 TEV കണ്ടെയ്നർ കപ്പാസിറ്റി ഉള്ള MSC ക്ലൗഡ് ജെറാഡറ്റ് ആണ് വിഴിഞ്ഞം പോർട്ടിൽ വന്നതിൽ വെച്ച് ഏറ്റവും വലിയ കപ്പൽ. അത് മാത്രമല്ല, നമുക്ക് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത് ബ്രേക്ക് വാട്ടറിന്റെ ഭാഗങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. നമ്മൾ വിഴിഞ്ഞം പോർട്ടിന്റെ അപ്ഡേഷൻ പറയുമ്പോൾ ബ്രേക്ക് വാട്ടറിന്റെ വർക്കുകളിലെ നമ്മൾ ബ്രേക്ക് വാട്ടറിന്റെ സ്ട്രക്ചറെല്ലാം നമ്മൾ എപ്പോഴും സാറ്റലൈറ്റ് വ്യൂവിലൂടെ നമ്മൾ മെഷർമെന്റ് എടുക്കുന്നതാണ്. നമ്മൾ ഈ കാണുന്ന ബ്രേക്ക് വാട്ടർ ഇപ്പോൾ നടക്കുന്നത് 2,960 മീറ്റർ ഫസ്റ്റ് ഫേസിൽ കംപ്ലീറ്റ് ആയി കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ നടക്കുന്ന വർക്കുകൾ, അതായത് ബ്രേക്ക് വാട്ടറിന്റെ സ്ട്രക്ചർ പൂർണ്ണമായിട്ടുണ്ടെങ്കിലും ഇപ്പോൾ ബ്രേക്ക് വാട്ടറിന്റെ അകത്തൂടുള്ള 10 മീറ്റർ റോഡിന്റെ കോൺക്രീറ്റ് വർക്കുകളാണ് നടക്കുന്നത്. കോൺക്രീറ്റ് മീൻസ് കോൺക്രീറ്റ് സ്ലാബുകൾ ഫിക്സ് ചെയ്യുന്ന വർക്കുകളാണ് നടക്കുന്നത്. ഏകദേശം 800-900 മീറ്ററോളം അത് കംപ്ലീറ്റ് ആയിരിക്കുന്നു. ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന ഹെവി ക്രെയിൻ ഉപയോഗിച്ചാണ് നമ്മുടെ ഈ പറഞ്ഞ ഹെവി സ്ലാബുകൾ നമ്മൾ ഈ ബ്രേക്ക് വാട്ടറിന്റെ മുകളിലേക്ക് ഫിക്സ് ചെയ്യുന്നത്. ആ വർക്കുകളും വളരെ ഫാസ്റ്റായിട്ട് നടക്കുന്നു. ഫസ്റ്റ് ഫേസിന്റെ വർക്കിൽപ്പെട്ടതാണ് ഈ പറയുന്ന ബ്രേക്ക് വാട്ടർ 2,960 മീറ്ററിന്റെ കംപ്ലീറ്റേഷൻ ഓഫ് വർക്ക്. ഏകദേശം 98% നമ്മൾ ഈ കണ്ട ബ്രേക്ക് വാട്ടറിന്റെ വർക്കുകൾ പൂർത്തിയായെങ്കിലും 10 മീറ്ററിന്റെ റോഡിന്റെ വർക്കുകൾ പൂർത്തിയാകുമ്പോഴാണ് ബ്രേക്ക് വാട്ടർ 100% ആവുന്നത്. അതുപോലെ തന്നെ നമ്മുടെ MSC പലേർമോ തിരിഞ്ഞു വരുന്ന ഈ പറയുന്ന ബെർത്ത് ആവട്ടെ ഫസ്റ്റ് ഫേസിൽ 800 മീറ്ററാണ് കംപ്ലീറ്റ് ചെയ്യേണ്ടത്. ആ 800 മീറ്ററും കംപ്ലീറ്റ് ആയിരിക്കുന്നു. അതിൽ 1 മീറ്റർ പോലും കുറവില്ല എന്ന് തന്നെയാണ് നമുക്ക് സാറ്റലൈറ്റ് വ്യൂ ആയ സെന്റിനൽ ഹബിൽ നിന്നുള്ള അപ്ഡേഷൻ. ഇപ്പോൾ നമ്മൾ ഈ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും 5 STS ക്രെയിനിന്റെ ബൂം ഉയർത്തി വെച്ചിട്ടുണ്ട്. 8 STS ക്രെയിൻ ഓൾറെഡി ഉണ്ടെങ്കിലും 5 STS ക്രെയിൻ നമുക്ക് ഏറ്റവും സൈഡിലായിട്ട് കാണാൻ സാധിക്കും. 800 മീറ്ററിന്റെ സൈഡിലായിട്ട് കാണാൻ സാധിക്കും. ആ വശത്ത് കുറച്ച് ഭാഗത്തിന്റെ വർക്കുകളാണ്, യാർഡ് പോർഷന്റെ വർക്കുകൾ വളരെ കുറച്ചാണ് ഇനി കംപ്ലീറ്റ് ചെയ്യാനുള്ളത്. ബാക്കി കാണുന്ന യാർഡ് പോർഷനിൽ ധാരാളം കണ്ടെയ്നറുകൾ നിരനിരയായി നിരത്തി വെച്ചിരിക്കുന്നത് നമുക്ക് വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. കുറച്ച് യാർഡ് പോർഷന്റെ വർക്കുകളാണ് ഫസ്റ്റ് ഫേസിൽ ഇനി കംപ്ലീറ്റ് ചെയ്യാനുള്ളത്. ബാക്കിയുള്ള എല്ലാ വർക്കും കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് MSC പലേർമോ വിഴിഞ്ഞം പോർട്ടിന് പേരലായിട്ട് നിൽക്കുന്ന വളരെ മനോഹരമായ ദൃശ്യമാണ് നമ്മൾ ഈ കാണുന്നത്. പൂർണ്ണമായിട്ടും കപ്പലിന് തിരിഞ്ഞു വന്നാലാണ് ബെർത്തിങ്ങിലോട്ട് സാധ്യമാവുക. ആ ഒരു കാഴ്ചയിലേക്കാണ് ഇപ്പോൾ പോകുന്നത്. 16.5 മീറ്റർ ഡ്രാഫ്റ്റുള്ള MSC കൈലിയും MSC ക്ലൗഡ് ജെറാഡറ്റ് 16.7 മീറ്റർ വളരെ അനായാസന തിരിഞ്ഞ് ബെർത്ത് ചെയ്ത സ്ഥലത്ത് തന്നെയാണ് MSC പലേർമോയും ഇപ്പോൾ ബെർത്ത് ചെയ്യാൻ പോകുന്നത്. അതിനാൽ വളരെ ഈസി ആയിട്ട് ബെർത്ത് ചെയ്യാൻ സാധിക്കും എന്ന് തന്നെയാണ് കരുതുന്നത്. അങ്ങനെ തന്നെയായിരിക്കും. ഇപ്പോൾ നമുക്ക് 2 ടഗ് ബോട്ടുകളെ നമുക്ക് നമ്മുടെ മുന്നിൽ കാണാൻ സാധിക്കും. ഇതാ നമ്മൾ ഈ കാണുന്ന പോലെ ഹെവി റോപ്പ് ഉപയോഗിച്ച് ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കും. ഇതാ മുന്നിൽ നിൽക്കുന്ന ഈ ടഗ് ബോട്ട് അവിടെ ഡോൾഫിൻ 27 ഹെവി റോപ്പ് ഉപയോഗിച്ച് ഷിപ്പിനെ പുള്ളി ചെയ്യുന്ന കാഴ്ചയാണ് നമ്മൾ ഈ കാണുന്നത്. പുള്ളി ചെയ്ത് തീർച്ചയായിട്ടും തിരിഞ്ഞു വരുന്ന കപ്പലിനെ നമുക്ക് കാണാൻ സാധിക്കും. നമ്മൾ ഈ കണ്ട ബെർത്തും നമ്മൾ ഈ കാണുന്ന ബ്രേക്ക് വാട്ടർ എപ്പോഴും നമ്മൾ പറയാറുണ്ട്, നമ്മൾ ഈ ബ്രേക്ക് വാട്ടറിന്റെ എൻഡ് പോർഷനും ബെർത്തും തമ്മിൽ ഏകദേശം 1 കിലോമീറ്ററോളമാണ് ഡിസ്റ്റൻസ് ഉള്ളത്. അതിനാൽ എത്ര വലിയ ഷിപ്പിനും വളരെ അനായാസന തിരിഞ്ഞു വരാൻ സാധിക്കും എന്നുള്ള കാര്യത്തിൽ ഏതൊരുവിധ സംശയവുമില്ല. അതിന് ഉത്തമ ഉദാഹരണമാണ് MSC ക്ലൗഡ് ജെറാഡറ്റ് വിഴിഞ്ഞം ഇന്റർനാഷണൽ ട്രിവാൻഡ്രത്തിൽ വന്ന് അനായാസന തിരിഞ്ഞു പോയത്. അപ്പോൾ അതിന്റെ ഡ്രാഫ്റ്റ് 16.7 മീറ്റർ ആയിരുന്നു.
ഇപ്പോൾ നമ്മുടെ MSC പലേർമോയുടെ ഡ്രാഫ്റ്റ് ആവട്ടെ നിലവിൽ 14 മീറ്ററാണ്. ഏറ്റവും പുതിയ ഷിപ്പ് എന്നൊരു പ്രത്യേകത കൂടി MSC പലേർമയ്ക്കുണ്ട്. പൂർണ്ണമായിട്ടും തിരിഞ്ഞു വരുന്നൊരു കാഴ്ച. നമ്മുടെ വിഴിഞ്ഞം പോർട്ടിൽ നിന്ന് കപ്പൽ മദർ ഷിപ്പുകൾ വളരെ അനായാസന തിരിഞ്ഞു വരുന്ന കാഴ്ച, വളരെ മനോഹരമായ കാഴ്ച തന്നെയാണ് MSC പലേർമോ ഇപ്പോൾ നമുക്കായി കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. ഇതാ ഷിപ്പ് പൂർണ്ണമായിട്ടും തിരിഞ്ഞു വരുന്നൊരു കാഴ്ച. നമ്മൾ ഈ കാണുന്ന 2 ടക്ക് ബോട്ടുകൾ, ഒരു ടക്ക് ബോട്ട് ആവട്ടെ ഹെവി റോപ്പ് ഉപയോഗിച്ച് പുള്ളി ചെയ്ത് ഷിപ്പിനെ ഈ വശത്തേക്ക് പുള്ളി ചെയ്യുമ്പോൾ, വേറൊരു ടക്ക് ബോട്ട് ഡോൾഫിൻ 27 ആവട്ടെ ഈ പറഞ്ഞ ഷിപ്പിന്റെ പുറകുവശത്ത് പുഷ് ചെയ്യുന്നു. അങ്ങനെ പുള്ളി ചെയ്തും പുഷ് ചെയ്തും MSC പലേർമോ ഇപ്പോൾ തിരിഞ്ഞു വരുന്നൊരു കാഴ്ചയാണ് നമ്മൾ ഈ കാണുന്നത്. ഇപ്പോൾ തിരിഞ്ഞു വന്നിരിക്കുന്നു. ഇപ്പോൾ നമുക്ക് മുന്നിൽ MSC പലേർമയുടെ സിമ്പൽ വളരെ വ്യക്തമായിട്ട്, ഈ MSCയുടെ സിമ്പൽ നമുക്ക് വളരെ വ്യക്തമായിട്ട് കാണുന്ന വിധത്തിൽ ഷിപ്പ് പൂർണ്ണമായിട്ടും തിരിഞ്ഞു വരുന്നൊരു കാഴ്ചയാണ് നമ്മൾ ഈ കാണുന്നത്. വളരെ മനോഹരമായ ദൃശ്യങ്ങൾ സമ്മാനിച്ച് MSC പലേർമോ വിഴിഞ്ഞം ഇന്റർനാഷണൽ സീപോർട്ടിൽ തിരിഞ്ഞു വരുന്നൊരു കാഴ്ച. ഏറ്റവും പുതിയ ഷിപ്പാണ് MSC പലേർമോ. ആ ഷിപ്പ് വിഴിഞ്ഞം ഇന്റർനാഷണൽ സീപോർട്ടിൽ നിന്നും തിരിഞ്ഞു വരുന്ന ഒരു മനോഹരമായ കാഴ്ച ഇവിടെ നമുക്ക് ഷൂട്ട് ചെയ്യാനായിട്ട് സാധിക്കും. നമ്മളെപ്പോഴും മറുവശത്തു നിന്നാണ് ഷൂട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ഈ ടക്ക് ബോട്ടുകളെ കാണാൻ സാധിക്കില്ല. പക്ഷെ ഷിപ്പ് തിരിഞ്ഞു വരുന്നത് നമുക്ക് കാണാൻ സാധിക്കും വളരെ അടുത്ത് നിന്ന്. പക്ഷേ ഇപ്പോൾ ഞാൻ വളരെ ദൂരെയാണുള്ളത്, എങ്കിലും നമുക്ക് ഷിപ്പിനെ പൂർണ്ണമായിട്ട് തിരിഞ്ഞു വരുന്ന ഒരു കാഴ്ച നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു. അതുമാത്രമല്ല ടക്ക് ബോട്ടുകളെ നമുക്ക് കാണാൻ സാധിക്കും. MSC പലേർമോ വിഴിഞ്ഞം ഇന്റർനാഷണൽ സീപോർട്ടിലും തിരിഞ്ഞു വരുന്ന വളരെ മനോഹരമായ കാഴ്ചയാണ് നമുക്കിവിടെ സമ്മാനിക്കുന്നത്. ഏറ്റവും പുതിയ ഷിപ്പെന്ന് അപ്പോഴപ്പോഴായിട്ട് പറയുന്നത് വളരെ മനോഹരമാണ് ഈ ഷിപ്പിനെ കാണാൻ. അപ്പോൾ ചോദിക്കുക MSC അന്ന മനോഹരം അല്ലേന്ന് ചോദിച്ചാൽ ആണ്. പക്ഷെ എന്നാലും ഈ വർഷം ഇറക്കിയ ആ ഒരു ഷിപ്പിന്റെ ഒരു പുതുമോടി മാറുന്നതിന് മുന്നേ വിഴിഞ്ഞം പോർട്ടിലേക്ക് ഷിപ്പ് വന്നിരിക്കുന്നു. നമ്മൾ പുതിയ കാറ് പുതിയ ബസ് എന്നൊന്ന് പറയും പോലെ പുതിയ ഷിപ്പ് വിഴിഞ്ഞം പോർട്ടിൽ, ഏറ്റവും പുതിയ ഷിപ്പ് വിഴിഞ്ഞം പോർട്ടിൽ നിന്ന് തിരിയുന്ന കാഴ്ച. വളരെ അനായാസമാണ് ഷിപ്പ് തിരിഞ്ഞു വന്നത്. ഇപ്പോൾ നമുക്ക് 3 ടക്ക് ബോട്ടിനെയും നമുക്ക് കാണാൻ സാധിക്കും. MSC പലേർമയും കാണാൻ സാധിക്കും. സാവധാനം ഷിപ്പ് തിരിയുന്ന കാഴ്ച വളരെ മനോഹരമായ ദൃശ്യം തന്നെയാണ്. ഷിപ്പ് പൂർണ്ണമായിട്ടും വിഴിഞ്ഞം ഇന്റർനാഷണൽ സീപോർട്ടിലും തിരിയുന്ന ഒരു കാഴ്ച. ഇതാ തിരിയുന്നു. ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന നുരഞ്ഞു പതയുന്ന കടൽ തിരമാലകളെ സാക്ഷി നിർത്തി MSC പലേർമോ നമ്മുടെ മുന്നിൽ പൂർണ്ണമായിട്ട് തിരിഞ്ഞു വന്നിരിക്കുന്ന കാഴ്ച. ഇപ്പോൾ വളരെ അനായാസമാണ് MSC പലേർമോ വിഴിഞ്ഞം പോർട്ടിൽ തിരിയുന്നത്. ഇനി ബെർത്തിങ്ങിലേക്ക് പോകുന്ന കാഴ്ചയാണ്. ഇനി നമ്മൾ ഈ കണ്ടതുപോലെ ടക്ക് ബോട്ടുകളെല്ലാം ഷിപ്പിന്റെ തൊട്ടപ്പുറത്ത് പോയതിനു ശേഷം ഇനി പുള്ളിങ് ഇല്ല, ഉള്ളി പുഷിങ് മാത്രമാണുള്ളത്. ഷിപ്പിനെ തള്ളി നമ്മൾ ഈ പറയുന്ന പുഷ് ചെയ്ത് നമ്മൾ ഈ കാണുന്ന ബെർത്തിലേക്ക് അടുപ്പിക്കുന്ന കാഴ്ചയാണ് ഇനി കാണാൻ പോകുന്നത്. വളരെ അനായാസന പോർട്ടിനകത്ത് നിന്ന് MSC പലേർമോ തിരിഞ്ഞു വരുന്ന കാഴ്ച. പൂർണ്ണമായിട്ടും ഇപ്പോൾ ഷിപ്പ് തിരിഞ്ഞിരിക്കുന്നു. ഇനി നമ്മൾ ഈ കാണുന്ന ബെർത്തിന്റെ ഭാഗത്തേക്ക്, ബ്രേക്ക് വാട്ടറിന്റെ ഭാഗത്തുനിന്ന് ഇപ്പോൾ നമ്മൾ ഈ അടുത്താണ്, ബെർത്തിന്റെ അടുത്താണെന്ന് നമുക്ക് തോന്നുമെങ്കിലും ഇപ്പോൾ നമ്മുടെ ഷിപ്പും ഈ പറയുന്ന ബെർത്തും തമ്മിൽ ഏകദേശം 400-500 മീറ്ററെങ്കിലും ഡിഫറൻസ് ഉണ്ട്. കാരണം നമ്മൾ വളരെ ദൂരെ ഒന്ന് ഷൂട്ട് ചെയ്തുകൊണ്ടാണ് നമുക്ക് അറിയാൻ സാധിക്കാത്തത്. പലപ്പോഴായിട്ട് നമ്മൾ ഷൂട്ട് ചെയ്യുന്നത് ഷിപ്പിന്റെ തൊട്ടടുത്തു നിന്നുള്ള വിഷ്വലാണ്. അപ്പോൾ ആ ഭാഗത്തു നിന്നാൽ നമുക്ക് ബ്രേക്ക് വാട്ടറിന്റെ ബെർത്തിന്റെ ഡിസ്റ്റൻസ് വളരെ ദൂരെയായിട്ടൊന്ന് കാണാൻ സാധിക്കും. പക്ഷേ ഈ ഭാഗത്ത് നമുക്ക് കാണാൻ സാധിക്കില്ല. ദാ ഷിപ്പ് പൂർണ്ണമായിട്ട് തിരിഞ്ഞു വന്നിരിക്കുന്ന കാഴ്ച. ദാ ഇനി ബെർത്തിങ്ങിലേക്ക് പോവുകയാണ് MSC പലേർമോ. വിഴിഞ്ഞം ഇന്റർനാഷണൽ പോർട്ട് ട്രിവാൻഡ്രത്തിലേക്ക് വരുന്ന 16ാമത്തെ ഷിപ്പാണ് MSC പലേർമോ. ബെർത്തിങ്ങിലേക്ക് പോകുന്ന കാഴ്ചയാണ് നമ്മൾ ഈ കാണുന്നത്. വളരെ സാവധാനമാണ് ബെർത്തിലേക്ക് അടുക്കുന്ന MSC പലേർമയെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ധാരാളം കണ്ടെയ്നറുകളാണ് നമ്മുടെ യാർഡ് പോർഷൻ ഫുള്ള് നമുക്ക് കാണാൻ സാധിക്കും.
ഇപ്പോൾ ഒരു കണ്ടെയ്നർ മേൽ ഒന്നായി, അതായത് 5 കണ്ടെയ്നർ ഹൈറ്റിലാണ് ഇപ്പോൾ പല ഭാഗത്തായിട്ട് കണ്ടെയ്നർ നമ്മുടെ വിഴിഞ്ഞം യാർഡിൽ ക്രമീകരിച്ചിട്ടുള്ളത്. ഇപ്പോൾ എണ്ണി നോക്കിയാൽ അറിയാം, ഒന്നിനുമേൽ ഒന്നായിട്ട് 5 കണ്ടെയ്നർ ഹൈറ്റിലാണ് യാർഡിന്റെ പല ഭാഗത്തായിട്ട് കണ്ടെയ്നർ ഫില്ല് ചെയ്തിട്ടുള്ളത്. MSC പലർമോ വിഴിഞ്ഞം സീപോർട്ടിലേക്ക് ബെർത്തിങ്ങിൽ പോകുന്ന കാഴ്ചയാണ് നമ്മൾ ഈ കാണുന്നത്. വളരെ മനോഹരമായ ദൃശ്യങ്ങൾ. നമ്മൾ ഈ കാണുന്ന MSC പലേർമോ, അതായത് വിഴിഞ്ഞം ഇന്റർനാഷണൽ സീപോർട്ടിലേക്ക് വരുന്ന 16ാമത്തെ ഷിപ്പ് വിഴിഞ്ഞം പോർട്ടിലേക്ക് ബെർത്ത് ചെയ്യുന്ന കാഴ്ചയാണ് കാണുന്നത്. ബെർത്തിങ് കഴിഞ്ഞാൽ ഉടൻ തന്നെ ഷിപ്പ് മൂറിംഗിലേക്ക് പോകുന്നതായിരിക്കും. അങ്ങനെ മൂറിംഗിലേക്ക് പോയി നമ്മൾ ഈ കാണുന്ന STS ക്രെയിൻ ഉപയോഗിച്ച് കണ്ടെയ്നർ ലോഡിംഗ് ആൻഡ് അൺലോഡിംഗ് വളരെ വേഗത്തിൽ ചെയ്യും. നമ്മൾ ഈ കാണുന്ന STS ക്രെയിന് സെമി ഓട്ടോമാറ്റിക് ക്രെയിനും, നമ്മൾ ഈ കാണുന്ന യാർഡ് പോർഷനിലെ കാൻഡിലിവർ റൈഡ് മൗണ്ട് ക്രെയിന് ഫുള്ളി ഓട്ടോമാറ്റിക് ക്രെയിനുമാണ്. അങ്ങനെ സെമി ഓട്ടോമാറ്റിക് ക്രെയിൻ STS ക്രെയിനും ഫുള്ളി ഓട്ടോമാറ്റിക് കാൻഡിലിവർ റൈഡ് മൗണ്ട് ക്രെയിനും ചേർന്നിട്ട് വിഴിഞ്ഞം ഇന്റർനാഷണൽ സീപോർട്ട് ഒരു സെമി ഓട്ടോമാറ്റിക് പോർട്ട് എന്ന് തന്നെ പറയേണ്ടി വരും. വളരെ ഫാസ്റ്റായിട്ടാണ് നമ്മുടെ STS ക്രെയിനുകളും നമ്മുടെ കാൻഡിലിവർ റൈഡ് മൗണ്ട് ക്രെയിനുകളും വർക്ക് ചെയ്യുന്നത്. അതിന് ഉത്തമ ഉദാഹരണമാണ് 2 മാസം കൊണ്ട് 25,000 TEU കണ്ടെയ്നർ ഹാൻഡിൽ ചെയ്യാൻ നമ്മുടെ പോർട്ടിന് സാധിച്ചു എന്ന് പറയുമ്പോൾ നമ്മുടെ STS ക്രെയിനുകളും യാർഡ് ക്രെയിനുകളും യാർഡിൽ ഓടുന്ന ട്രെയിലർ ലോറി ഉൾപ്പെടെ ഈ ഷിപ്പ് പോർട്ടിനകത്ത് വന്ന് പോർട്ടിന് പുറത്തു പോകുന്നത് വരെ ഇത്രയേറെ കണ്ടെയ്നർ ഹാൻഡിൽ ചെയ്യാൻ സാധിക്കും എന്നുണ്ടെങ്കിൽ എല്ലാ എക്യുപ്മെന്റ്സും എഫിഷ്യൻസി ആയിട്ട് വർക്ക് ചെയ്യുന്നു എന്ന് തന്നെ പറയേണ്ടി വരും. ഇപ്പോൾ ഷിപ്പ് ബെർത്തിനോട് ചേർന്ന് വന്നിരിക്കുന്ന കാഴ്ചയാണ് നമ്മളെ കാണുന്നത്. ഫ്രണ്ട്സ്, ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. അതോടൊപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ഫാമിലി മെമ്പറിൽ ഒരു അംഗമായി കഴിഞ്ഞാൽ ഞാനിടുന്ന ഓരോ വീഡിയോയും ആദ്യം തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. താങ്ക് യു ഫ്രണ്ട്സ്.